വാർത്തകളിലേക്ക് വിശദമായി. കേരളം രഞ്ജി ട്രോഫിയുടെ സെമിയിൽ എത്തിയിരിക്കുന്നു. ജമ്മു കാശ്മീരുമായുള്ള ക്വാർട്ടർ മത്സരം സമനിലയിൽ പിരിഞ്ഞു. ഒന്നാം ഇന്നിംഗ്സ് ലീഡിന്റെ ബലത്തിലാണ് കേരളത്തിന്റെ സെമി പ്രവേശം. വിവരങ്ങളുമായി MG മിഥുൻ ചേരുന്നു. മിഥുൻ, രണ്ടാം തവണയാണ് കേരളം രഞ്ജി ട്രോഫിയുടെ സെമിയിലെത്തുന്നത്. എത്രത്തോളം പ്രതീക്ഷ അർപ്പിച്ചിരുന്ന ഒരു വിജയം കൂടി, പ്രവേശം കൂടിയാണ് സംഭവിച്ചിരിക്കുന്നത്? അപർണ, കേരളത്തെ സംബന്ധിച്ച് ഒരു അഭിമാന പോരാട്ടം എന്ന് തന്നെ പറയാം. ഒപ്പം തന്നെ ഇത് രണ്ടാം തവണയാണ് സെമി പ്രവേശനം നടത്തുന്നത് കേരള ടീം. ഇതിനു മുമ്പ് 2018-19 സീസണിലായിരുന്നു ആദ്യമായി കേരളം രഞ്ജി ട്രോഫിയുടെ സെമിയിൽ കയറുന്നത്. അന്ന് വിദർഭയോട് പരാജയപ്പെടുകയും ചെയ്തതിനു ശേഷം ഏകദേശം 6 വർഷത്തിന് ശേഷമാണ് ഇപ്പോൾ അടുത്തൊരു സെമി പ്രവേശനത്തിലേക്ക് കേരള ടീം കടക്കുകയും ചെയ്തിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനമായും എടുത്തു പറയേണ്ടത് മുഹമ്മദ് അസറുദ്ദീൻ എന്ന താരത്തിന്റെയും ഒപ്പം തന്നെ സൽമാൻ നിസാർ എന്ന താരത്തിന്റെയും ഒരു പ്രകടനം തന്നെയാണ് കേരളത്തെ രക്ഷിച്ചത് എന്ന് നമുക്ക് നിസ്സംശയം പറയാം. കാരണം 180 റൺസിന് 6 വിക്കറ്റ് എന്ന നിലയിൽ കേരളം തോൽവി മുന്നിൽ കണ്ടതാണ്. അതിൽ നിന്നാണ് പിരിയാത്ത 7ാം വിക്കറ്റിൽ സൽമാൻ നിസാറും മുഹമ്മദ് അഫ്രീദിനും നേടിയ 115 റൺസ് എന്ന ആ ഒരു കൂട്ടുകെട്ട് അത് തന്നെയാണ് കേരളത്തിന് മുതൽക്കൂട്ടാവുകയും ഒപ്പം തന്നെ കേരളത്തിന്റെ സെമി പ്രവേശനത്തിന് ഒരു നട്ടെല്ലായി മാറുകയും ചെയ്തത് എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സഖ്യം 257 പന്തുകൾ നേരിട്ടാണ് ഈ ഒരു ജമ്മു കാശ്മീരുമായിട്ടുള്ള ക്വാർട്ടർ ഫൈനൽ മത്സരം അത് സമനിലയിൽ എത്തിക്കുകയും ചെയ്ത് ഒരുപക്ഷെ 399 എന്നുള്ള ഒരു കൂറ്റൻ സ്കോർ അത് മറികടക്കാനാകുമോ എന്നുള്ള സംശയമുണ്ടായിരുന്നു. ആദ്യം മുതൽ തന്നെ വിക്കറ്റുകൾ വലിച്ചെറിയുന്ന കാഴ്ചയുണ്ടായിരുന്നു. ഒരുപക്ഷെ സെമി കാണാതെ ക്വാർട്ടർ ഫൈനൽ തന്നെ പുറത്താകേണ്ട ഒരു സ്ഥിതി ഉണ്ടാകുമോ എന്ന് നമ്മൾ ഭയന്നിരുന്ന ഘട്ടത്തിൽ നിന്നാണ് ഈ കൂട്ടുകെട്ട് കേരളത്തെ സെമിയിലേക്ക് കൈപിടിച്ച് കയറ്റുകയും ചെയ്തത്. സൽമാൻ നിസാർ ആദ്യ ഇന്നിംഗ്സിൽ സെഞ്ചുറി നേടിയിരുന്നു. രണ്ടാം ഇന്നിംഗ്സിലും സൽമാൻ നിസാറിന്റെ മികച്ച പ്രകടനമായിരുന്നു. 44 റൺസ് എടുത്തു. മുഹമ്മദ് അസറുദ്ദീൻ അർദ്ധ സെഞ്ചുറി നേടുകയും ചെയ്തു. 67 റൺസ് എടുത്ത് ഈ കൂട്ടുകെട്ട് 115 റൺസ് ചേർക്കുകയും ചെയ്തു. ഇതാണ് ഒരു നട്ടെല്ലായി മാറുകയും ചെയ്തത്. എന്തായാലും 2018-19 സീസണിന് പിന്നാലെ ഇപ്പോൾ 2024-25 സീസണിൽ രഞ്ജി ട്രോഫി മത്സരത്തിൽ സെമി പ്രവേശനം നടത്തിയിരിക്കുകയാണ് കേരള ടീം. സെമിയിൽ ഗുജറാത്താണ് കേരളത്തിന്റെ എതിരാളി. നേരത്തെ തന്നെ മുംബൈ, വിദർഭ, ഗുജറാത്ത് ടീമുകൾ നേരത്തെ തന്നെ സെമി പ്രവേശനം നടത്തിയിരുന്നു. 4ാമത്തെ ടീമായി ഇപ്പോൾ കേരളം കൂടി രഞ്ജി ട്രോഫിയുടെ സെമിയിലേക്ക് കടന്നിരിക്കുകയാണ്. ഇനി 2 ഘട്ടങ്ങൾ മാത്രമാണുള്ളത്. സെമിയിൽ ഗുജറാത്തിനെയും ഫൈനൽ ആരാണോ കലാശപ്പോരിലുള്ളത് അവരെയും മറികടന്നാൽ ആദ്യമായി രഞ്ജി ട്രോഫി കിരീടത്തിൽ മുത്തമിടാനുള്ള ഒരു ആകാംക്ഷയിൽ തന്നെയാണ് ആരാധകരുള്ളത്. എന്തായാലും ഈ താരങ്ങളുടെ, പ്രത്യേകിച്ച് സൽമാൻ നിസാറിന്റെ ആ ഒരു പ്രകടനം തന്നെയാണ് ഏറ്റവും പ്രധാനമായും എടുത്തു പറയേണ്ടത്. പക്ഷേ തോൽവി മുന്നിൽ കാണുന്ന ആ ഒരു നിമിഷത്തിൽ നിന്ന് കേരളത്തെ കൈപിടിച്ചുകൊണ്ട് സെമിയിലേക്ക് നയിച്ചിരിക്കുകയാണ് സൽമാൻ നിസാറും ഒപ്പം തന്നെ മുഹമ്മദ് അസറുദ്ദീനും ചേർന്ന്. MG മിഥുൻ, ഒന്നാം ഇന്നിംഗ്സ് ലീഡ് നേട്ടമായി കേരളം രഞ്ജി ട്രോഫി സെമിയിൽ. രണ്ടാം തവണയാണ് കേരളം രഞ്ജി ട്രോഫിയുടെ സെമിയിൽ എത്തുന്നത്. ചേർത്തലയിലെ സജിയുടെ മരണത്തിൽ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി പുറത്തെടുത്തു. ചേർത്തല മനോരമ കവല സ്വദേശി VC സജിയാണ് കഴിഞ്ഞ ദിവസം മരിച്ചത്. ഭർത്താവ് സോണിയുടെ മർദ്ദനത്തിലാണ് സജിക്ക് പരിക്കേറ്റതെന്നാണ് മകളുടെ പരാതി. അസ്വാഭാവിക മരണത്തിന് പോലീസ് കേസെടുത്തിട്ടുണ്ട്. ശരണ്യ സ്നേഹജൻ ചേരുന്നു. ശരണ്യ, ഭർത്താവിന്റെ മർദ്ദനം തന്നെയാണ് മരണകാരണം എന്നുള്ള സ്ഥിരീകരണത്തിലേക്ക് എത്താൻ ഈ പോസ്റ്റ്മോർട്ടത്തിലെ കണ്ടെത്തലുകൾ ഏറെ നിർണായകം. എപ്പോഴത്തേക്ക് നടപടിക്രമങ്ങൾ പൂർത്തിയാകുമെന്നാണ് വിവരം? അപർണ, അല്പസമയം മുമ്പാണ് സജിയുടെ മൃതദേഹം ചേർത്തല സെന്റ് മേരീസ് ഫറോന പള്ളി സെമിത്തേരിയിൽ നിന്ന് പോലീസ് പുറത്തെടുത്തത്. അതിനുശേഷം ഇൻക്വസ്റ്റ് നടപടികളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ആർഡിയുടെ സാന്നിധ്യത്തിലാണ് ഇൻക്വസ്റ്റ്. ഒപ്പം മകൾ മിഷ്മയും ഇവിടെയുണ്ട്. മിഷ്മയുടെ കൂടെ സാന്നിധ്യത്തിലായിരുന്നു മൃതദേഹം പോലീസ് പുറത്തെടുത്തത്. കഴിഞ്ഞ 8-ാം തീയതിയാണ് ഇത് ചേർത്തലയിലെ വീട്ടിൽ ടെറസിൽ നിന്ന് വീണ് പരിക്കേറ്റ സജിയെ ആദ്യം സ്വകാര്യ ആശുപത്രിയിലും പിന്നീട് വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റുന്നത്. അവിടെ ഏകദേശം 1 മാസത്തോളം കോമ സ്റ്റേജിൽ ചികിത്സയിൽ തുടർന്നു. അതിനുശേഷമാണ് കഴിഞ്ഞ ദിവസം മരണപ്പെടുന്നത്. ഞായറാഴ്ച അവിടെ സംസ്കാരവും നടന്നു. ഈ സംഭവത്തിന് ശേഷം, സംസ്കാരത്തിന് ശേഷമാണ് ഈ മകൾ മിഷ്മ ഇന്നലെ ചേർത്തല പോലീസിനെ സമീപിക്കുന്നതും അമ്മയുടെ മരണം കൊലപാതകമാണെന്ന പരാതി നൽകുകയും ചെയ്തു. ഈ പെൺകുട്ടിയുടെ മൊഴിയാണ് ഈ കേസിൽ ഇപ്പോൾ നിർണായകമായി വരികയും മൃതദേഹം പുറത്തെടുക്കൽ അടക്കമുള്ള നടപടികളിലേക്ക് ചേർത്തല പോലീസിനെ എത്തിക്കുകയും ചെയ്തിട്ടുള്ളത്. ഇന്നിപ്പോൾ പോസ്റ്റ്മോർട്ടം ഉണ്ടാവാൻ സാധ്യതയില്ല. വണ്ടാനം മെഡിക്കൽ കോളേജിലേക്ക് മൃതദേഹം മാറ്റുകയും നാളെയാണ് പോസ്റ്റ്മോർട്ടം ഉണ്ടാകാൻ ഉള്ള സാധ്യത. പക്ഷേ ബന്ധുക്കളോടും ഒപ്പം തന്നെ ഈ അയൽവാസികളോടും ഒക്കെ സംസാരിക്കുമ്പോൾ നിരന്തരം സോണി സജിയെ മർദ്ദിക്കാറുണ്ടായിരുന്നു എന്നുള്ള കാര്യം അവരൊക്കെയും സ്ഥിരീകരിക്കുന്നുണ്ട്. സഹോദരൻ പറയുന്നത് മുകളിലത്തെ നിലയിൽ, അതായത് ഈ കുട്ടി അമ്മയെ മർദ്ദിക്കുന്നത് മകൾ കണ്ടു എന്നുള്ളതാണ് സോണിയുടെ സഹോദരൻ തോമസ് വ്യക്തമാക്കിയിട്ടുള്ളത്.
മാത്രമല്ല ക്ഷമിക്കണം, സജിയുടെ സഹോദരൻ തോമസ് വ്യക്തമാക്കിയിട്ടുള്ളത്. മാത്രമല്ല മുകളിലത്തെ നിലയിൽ വെച്ച് മുടിക്ക് ചുറ്റിപ്പിടിച്ച് തല ഭിത്തിയിൽ ഇടിപ്പിച്ചതിന് ശേഷം പിന്നീട് മുകളിലത്തെ നിലയിൽ നിന്ന് അച്ഛൻ അമ്മയെ എടുത്ത് താഴേക്ക് ഇടുകയായിരുന്നു എന്നുള്ള മൊഴിയാണ് ഈ മിഷ്മ നൽകിയിട്ടുമുള്ളത്. അതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു അന്വേഷണം നടന്നിട്ടുള്ളത്. എന്തായാലും കോമ സ്റ്റേജിലായിരുന്നത് കൊണ്ട് തന്നെ ചികിത്സയിലിരിക്കുന്ന ഘട്ടത്തിൽ ഒരിക്കൽ പോലും പോലീസിന് മറ്റൊരു രീതിയിലുള്ള ആശുപത്രിയിലോ മറ്റിടങ്ങളിലോ അത്തരത്തിലുള്ള യാതൊരുവിധ സംശയങ്ങളിലോ അപകടത്തിൽ പരിക്കേറ്റു എന്നുള്ളതാണ്. പക്ഷേ ഈ മകളുടെ മൊഴിയാണ് ഇപ്പോൾ കേസിൽ നിർണായകമായി മാറിയിരിക്കുന്നത്. മൃതദേഹം പുറത്തെടുത്തിട്ടുണ്ട്. ഇൻക്വസ്റ്റ് നടപടികളിലേക്ക് കടന്നിട്ടുണ്ട്. ഇൻക്വസ്റ്റ് അല്പസമയത്തിനകം തന്നെ പൂർത്തീകരിക്കും. അതിനുശേഷം മൃതദേഹം വണ്ടാനം മെഡിക്കൽ കോളേജിലെ മോർച്ചറിയിലേക്ക് മാറ്റും. ശരണ്യ സ്നേഹജൻ വിവരങ്ങൾ.